തുടങ്ങി ഇരുട്ടായി തുടങ്ങി. അതിനു മുമ്പ് എത്തണം, അല്ലെങ്കിൽ എന്താ പറയുക ഒന്നിലും ഇല്ലാത്ത സ്ഥലത്തെത്തും നമ്മൾ. തണുക്കാനും തുടങ്ങി. നല്ല തണുപ്പ്. വെള്ളമല്ല എന്നുള്ള പരാതി തീർന്നില്ലേ? മുള്ളുണ്ട്. നല്ല മഴ. കുറച്ചുകൂടി വിറക് കിട്ടിയ നല്ലായിരുന്നില്ലടാ. ഇതിലല്ലേ നമ്മൾ ഇന്നലെ വന്നതിലല്ല, അപ്പുറത്തൂടെ രാത്രി. ഇതന്നെയാണോ? ഇതിലല്ല. നിനക്ക് ആ വെളിച്ചമുള്ളടുത്ത് ആ മരത്തിൻ്റെ അവിടേക്കൊക്കെ പോവാ, ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ട്. ഇവിടുന്ന് മേലെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാലോ. മേലെ വെള്ളം കുറവാണ് എനിക്ക്, അതാണ്. കാല് മുട്ടൊക്കെ ഭയങ്കര വേദന. ചപ്പുകൾ തന്നെ. ഇതിൽ തന്നെയാണോ താഴോട്ട് പോവാൻ? ഇതിലെന്ന് പറഞ്ഞു ശരിയായ കാടല്ലേ, മറ്റേ വുഡ്ലാൻഡ് പോലത്തെ സ്ഥലം. എടാ പുറ്റൊക്കെ ഉണ്ട് കേട്ടോ, പാമ്പുണ്ടാവേ. ആടാ പുറ്റുണ്ടല്ലോ. നമ്മളിനി താഴോട്ട് പാമ്പിൻ്റെ പൊത്തൊക്കെ നോക്കി നിൽക്കണം അവന്. നമുക്കിനി കുറച്ചൊരു താഴോട്ട് ഇറങ്ങി പോകണം. എന്താ വെച്ചാൽ നമുക്ക് വെള്ളമില്ല, വെള്ളത്തിൻ്റെ ശകലം വെള്ളമുള്ളൂ. താഴേരിയിലോട്ട് പോകണം. ഇവിടെയാണെങ്കിൽ കൊടും കാടാ. നമ്മൾ അവിടുന്ന് പക്ഷെ ഇവിടെ രാത്രി കിടക്കാനൊക്കെ സുഖം കേട്ടോ. എന്താ വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ അയ്യോ മുള്ള്. എന്താ ചെയ്തത്? ആഴ്ന്ന് പട്ടിയൊക്കെ കുരക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലക്ഷ്യം മാറൂലേ? നേരെ താഴോട്ട് ഇറങ്ങാനോ? ഞങ്ങൾക്കൊരു പണി ചെയ്യാം. എത്തുന്ന വില്ലേജിൽ ഇറങ്ങി ചാടുന്ന റിക്ഷ പിടിച്ച് അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ സ്ഥലത്തേക്ക് പോവാം. അതിന് വണ്ടി അപ്പുറത്തല്ലേ ഇരിക്കണേ? അത് കുഴപ്പമില്ല, നിങ്ങൾ എത്തുന്നിടത്ത് എത്തട്ടെ. അതെ. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ വെള്ളം ഉണ്ടോ കയ്യിൽ? വെള്ളമില്ലല്ലോ. അല്ല എന്തായാലും നമ്മൾ വന്ന വഴി ഇനി പോക്ക് കിടക്കൂല. ഇനി ആളുള്ളടത്ത് ഇറങ്ങി ചെല്ലാന്നേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പോവുകയും ചെയ്യണോ, അതിന് കണക്കായിട്ടുള്ള വെള്ളമില്ല. വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് എനിക്ക്. എന്തായാലും ഞങ്ങളിനി ആളുള്ളടത്തേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യം. എന്താ വെച്ചാൽ വെള്ളം കുറവാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും വെള്ളം ചിലവായി. വെള്ളം ചിലവാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച വെള്ളമൊന്നും പോരാ. പിന്നെ നമ്മളൊരു സ്റ്റാർട്ടിങ് അല്ലേ, ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ 48 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എളുപ്പമാണ്. പക്ഷേ അത് നമുക്ക് ആ ഒരു 48 മണിക്കൂർ തള്ളിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമയം പോവില്ല. പിന്നെ സമയം പോയാൽ തന്നെ നമുക്ക് അവിടെ ഒന്ന് സ്റ്റേ ചെയ്യണ്ടേ, അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ നല്ല സ്ഥലത്തുനിന്ന് ഇങ്ങ് മാറി, നല്ല മരങ്ങളൊക്കെ ഉള്ള ഇതേപോലത്തെ കാട്ടിൽ നിന്ന് മാറിയിട്ട് ശരിക്കും അവിടെ ഇത് നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. അവിടെ നിന്ന് മാറി അതിനേക്കാളും നല്ല സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ് ചെന്ന് പോയത് വലിയൊരു മടയിൽ. എന്തായാലും വേറെ ശല്യങ്ങളൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. പക്ഷേ ഞങ്ങൾക്കിനി വെള്ളം വേണം. ശകലം വെള്ളമേ ഉള്ളൂ ഇനി. എൻ്റെ അടുത്തൊരു ചെറിയ കുപ്പിയിൽ ശകലം, വലിയ കുപ്പിയിൽ ശകലം, മൊത്തത്തിൽ 1/2 ലിറ്റർ വെള്ളമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. കുറേശ്ശെ കുടിക്കണം, ഒന്ന് തൊണ്ട നനയ്ക്കാൻ മാത്രം. കുറച്ച് ഒരിറക്കയിൽ വെക്കണം നമുക്ക്, പിന്നെ കുറച്ചുകൂടി താഴെ പോയിട്ട് കുടിക്കാം. അമ്മോ അയ്യ, കൈയൊക്കെ വിറക്കുന്നു. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഇതിൽ നമ്മൾ നിരാശപ്പെടണ്ട. എന്താ അറിയോ, നമുക്കൊരു പാടായില്ലേ? പാടായോന്നാ എനിക്ക് പറ്റിയതാകെ വെള്ളത്തിന്റെ കാര്യത്തില. ബാക്കി ക്ഷീണവും കാര്യങ്ങളൊക്കെ പിന്നെയും കുഴപ്പമില്ല. നമ്മൾ വെള്ളം ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇത് മതി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്തത്, അതായത് നമ്മൾ വെള്ളം നമ്മൾ സാധാരണ കുടിക്കുന്ന മാതിരി കുടിക്കരുത്. പിന്നെ അത് മാത്രമല്ല
വല്ലപ്പോഴും ദാഹിക്കുമ്പോൾ ഒന്ന് കുടിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഇതിന്. ഇത് നമ്മൾ കിട്ടിയത് ഒന്നായിട്ട് മണമുളന്ന് കുടിക്കുകയും ചെയ്തു, വെള്ളം തീർന്നു. നമുക്ക് താഴോട്ട് വണ്ടി ഇരിക്കുന്നത് ഏത് സൈഡിലാണ് വല്ല ഐഡിയ ഉണ്ടാ? എനിക്കറിയില്ല. ഇപ്പൊ നമ്മള് ഇങ്ങനെ കറങ്ങി വന്നേ, അതായത് അവിടുന്ന് വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇപ്പൊ ഇങ്ങോട്ട് വന്നു. നമ്മളെ വണ്ടി ഇരിക്കുന്നത് ഈ സൈഡ്, ഇങ്ങനെ നേരെ സൈഡാ, ഇതിന്റെ അപ്പുറം. അതായത് നമ്മൾ ഫസ്റ്റ് കയറിയ മലയല്ലേ, അത് ആ സൈഡിലാണ്. നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നേ. കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ. നമ്മൾ ഇന്നും ഇന്നലെയും കൂടി ആയിട്ട് ഒരു 5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. 5 മതിയോ? 5 ഒക്കെ നടന്നിട്ടുള്ളൂ. എൻ്റെ മോനെ, ഇതുണ്ടോ ഫോറസ്റ്റ് ഉണ്ടോ? അപ്പോൾ ഇതാണ് സ്ഥിതി. ഇപ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാലേ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ സേഫ് അല്ല. സ്ഥലം വിടാം, ആനിമൽസ് ഉള്ള സ്ഥലം, ഡെൻസ് ഏരിയ. ഇവിടെ മറ്റേ എന്താ ചാണകം പോലത്തെ എന്തൊക്കെയോ കാണുന്നുണ്ട്. മറ്റേ പോത്ത, എന്താ കാട്ടുപോത്തുണ്ടാവും, ആടുണ്ടാവും. ഓ മറ്റേ ആ കാട്ടാട്, ആ കാട്ടാടിൻ്റെ അത് ചെറിയ ചെറിയ ആള്. ഓ മൊയില്, അങ്ങനത്തെ എല്ലാ സാധനവും ഉണ്ടാവും ഇവിടെ. നമുക്ക് താട്ടിന് പോയാലോ? ഇത് എനിക്ക് താഴെ എത്തുന്നതിന് മുമ്പ്, താഴെ എത്തുന്ന വരെ എനിക്ക് ഈ വെള്ളം വേണം. എൻ്റെ വെള്ളം എനിക്ക് അത്ര മതിയാവും വിചാരിക്കുന്നു. പക്ഷെ രണ്ടാൾക്കും ഷെയർ ചെയ്ത് തന്നെ കുടിക്കാം. കയ്യിലും നോക്കിയേ, എനിക്കനെ ചൊറിയുന്നുണ്ട്, ഒരു രക്ഷയില്ല. അത് എവിടെയൊക്കെയോ വരഞ്ഞിട്ടുണ്ട്, കണ്ട. അപ്പോൾ നമ്മുടെ വെക്കാനും പറ്റില്ല. 48 മണിക്കൂർ ചലഞ്ചിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഏകദേശം എത്താനായില്ലേ. അല്ല, വേറൊരു കാര്യമുണ്ട്, എത്താനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ലല്ലോ. ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ എന്തായാലും. ഇങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്ത് ഹൈക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് നടക്കല്ല, അങ്ങോട്ട് താഴ്ത്ത് പോലെ കുറച്ചുകൂടി അല്ല, എത്തുന്നിടത്തോളം എത്തട്ടെ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരുന്നു, എത്തുന്നിടത്തോളം എത്തട്ടെ അല്ലേ? ഓക്കെ. ഇതൊന്ന് വെച്ചാടാ പുറകിൽ, അല്ലെങ്കിൽ ഇത് പിടിച്ചോണ്ട് നടക്കാൻ വയ്യ. ഓക്കെ അല്ലേ? എനിക്കൊരു വടി എടുക്കണടാ. ഇതിൽ താഴട്ടല്ലേ? ഇതിലേക്ക് മുള്ളാടാ. ഇതാണ് പറിക്കുന്നത്, മുള്ളാണത്. കൂട്ടെടുത്തേ. ബാഗ് മൊത്തം നനഞ്ഞടാ. എൻ്റെ ബാഗിൽ കവറുള്ളതുകൊണ്ട് പ്രശ്നമില്ല, ഞാൻ കവറിട്ടുണ്ടല്ലോ. തണുക്കാനും തുടങ്ങി. നല്ല തണുപ്പ്. വെള്ളമല്ല എന്നുള്ള പരാതി തീർന്നില്ലേ? ഓടിയിട്ടൊന്നും കാര്യമില്ല മോനെ, നല്ല മഴ. ഞാൻ ഈ ബാഗൊന്നും ഇല്ലായിരുന്നെങ്കിലേ നല്ലോണം മഴ കൊള്ളുമായിരുന്നു. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇനി നമുക്ക് കിടക്കാനൊരു സ്ഥലം കാണണ്ടേ? കിടക്കാനൊരു സ്ഥലം വേണം, അല്ലെങ്കിൽ മഴ നനഞ്ഞ എന്ത് ചെയ്യും? ഇവിടെ കിടന്ന് ചത്തുപോവും. ഈ തൊപ്പിയുടെ ഉള്ളിൽ കൂടി വെള്ളം ഇറങ്ങണേ. നിങ്ങളാ മാറ്റ് എവിടെ പോയി? മാറ്റിതാ. അയ്യോ, നിലത്ത് വിരിക്കുന്ന പുറകിലില്ല, കാണുന്നില്ലല്ലോ. എടാ, നമ്മൾ ആദ്യം ഇരുന്നില്ലേ? നല്ല ആളാണ്. അയ്യോ, അതിനി എത്ര 1 കിലോമീറ്ററിന്റെ മേലെ പോണത്. എടാ, ഇപ്പൊ മഴയത്ത് ഇരുടായി, ഇനിയിപ്പോ അങ്ങനെ പോകും. അങ്ങോട്ട് പോകാനേ പറ്റില്ല, അതെ ഇങ്ങനെ വളഞ്ഞു പോണം. പോയടാ. ഇനിയിപ്പോൾ എന്തെങ്കിലും എടുക്കുക, കിടക്കുക. ഇനിയിപ്പോൾ തറയെ കിടക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇപ്പം എടാ, നല്ലൊരു സാധനമായിരുന്നു. കുറേ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എസ്കേപ്പ് വേണ്ടേ, നല്ലൊരു സ്ഥലം വേണ്ടേ. ഇന്ന് രാത്രി എങ്ങനെ എവിടെ കിടക്കും? നമ്മളിപ്പോൾ പുറത്തെത്തിയിട്ടില്ലല്ലോ, അതല്ലേ പ്രശ്നം. കുറച്ച് താഴ്ത്തു പോയാലോ? താഴ്ത്തു പോയാലോ? നീ വാ താഴ്ത്തെങ്ങനെ നോക്കാം.
അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ് നടന്ന് നല്ല വെള്ളം കിട്ടി. ഒരു മഴയാണ്. ഞങ്ങൾക്കിനി ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കിടക്കാനൊരു സ്ഥലം കാണണം. ഇന്നലത്തെ സ്ഥലമായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും പാറമടയൊക്കെ ആയിരുന്നു, വെള്ളം അധികം പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. മഴ, കാട്, ഇരുട്. വാ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോലെ മാക്സിമം താഴോട്ട് പോയോ കേട്ടോ. ഇരുട്ടായി തുടങ്ങി. അതിനു മുമ്പ് എത്തണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നിലും ഇല്ലാത്ത സ്ഥലത്തെത്തും നമ്മൾ. മുള്ളാണ്, അതാണ്. എടാ നോക്കണം കേട്ടോ, മുള്ള്. ഓ, ഈ സമയത്താണ് പാമ്പുകൾ പുറത്തിറങ്ങുക കേട്ടോ. ഈ സമയത്ത് പാമ്പുകൾ പുറത്തിറങ്ങുക. നമുക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ട് ഒറ്റ പോക്ക് താഴ്ത്തു പോവാം. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ബാഗിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടേ നല്ല മഴ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ രണ്ടും അല്ലാത്ത സ്ഥലത്ത് മിന്നലും ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇരുടായില്ല നല്ലോണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് സ്ഥലം വിടുന്ന സ്ഥലത്ത് എന്നിട്ട് അവിടുന്ന് റെക്കോർഡ് ചെയ്യാം. ഇവിടുന്ന് ഈ കാട്ടം തിരിഞ്ഞു വെച്ച് കഴിഞ്ഞാല് മഴ വരുന്നുണ്ട്. ചിലപ്പോ ഏതിന്റെ പുറത്തിറങ്ങി എങ്ങോട്ടോ താഴോട്ടനെ പോയോക്കല്ലേ. താട്ടന്നെ പോവാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ താഴെ പോയിട്ട് ഇനി കാണിക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ ക്യാമറയൊക്കെ എടുത്ത് വെക്കാൻ പോവാണ് അല്ലേ. എന്താ ബാ, ഓക്കെ കലാസ് വേം ബാ. എടാ ഈ പാറിൻ്റെ വീട്ടിൽ നിന്നാലോ? സെറ്റപ്പ് പോകാറല്ലേ. നടക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്ക്. ഇവിടെ എവിടെയെങ്കിലും നോക്കടാ. ഇവിടെ ആരൊക്കെ വരുന്ന സ്ഥലമാണോ ഇത്? ഞങ്ങൾ ഏകദേശം ഏതോ വില്ലേജിൻ്റെ അടുത്ത് എത്തി നോക്കാം കേട്ടാ. ഇറങ്ങ്. അവിടെ ഇറങ്ങിയിട്ട് നോക്കാം. ഇല്ല മോനെ, ഇവിടെ മഴ കൊള്ളൂലടാ. അവിടെ വീട് കാണുന്നുണ്ട് കേട്ടോ. എവിടെ? അവിടെ ഒരു വീട് ലൈറ്റും കാണുന്നുണ്ട്. പിന്നെ ചെറിയൊരു പുര പോലെ ചെറിയൊരു താഴെ റോഡ് ഉണ്ടാവും ചിലപ്പോ. റോഡിന്റെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ അപ്പൊ രാവിലെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇറങ്ങാൻ പറ്റുമായിരിക്കും. ഏതിലേലും പറ്റി പിടിച്ച് നമുക്ക് ഇറങ്ങാം. എന്തായാലും രാത്രി ഇവിടെ തങ്ങാം അല്ലേ. രാത്രി ഇവിടെ തങ്ങേണ്ടി വരും. വിറകുണ്ടായിരുന്നു, തീയിടായിരുന്നു. ഇവിടെ ആള് കയറാറുണ്ടാവുമായിരിക്കും അല്ലേ ഈ പറഞ്ഞ്. ആൾക്കാർ കയറുന്നുണ്ട്. ഈ ചിത്രപ്പണിയൊക്കെ ഒന്ന് പിന്നെ ആളുകൾ കയറുണ്ടാവും. ഞാൻ കുറച്ച് വിറക് കിട്ടും നോക്കട്ടാ. അതിന്റെ മേളിൽ നിന്നെങ്ങാനും വിറക് നോക്കാം അല്ലേ. അല്ലെങ്കിൽ കഴിക്കാം പഴം ചുട്ട് കഴിക്കാനല്ല, കുറച്ച് തീയിടാൻ. തണുത്തിട്ട് മരിക്കൂല മനുഷ്യൻ. ആകെ നനഞ്ഞു, ഡ്രസ്സ് പോലും ഇല്ല. ഓക്കെ, ഞാൻ നോക്കാം നമുക്ക്. ഞാൻ ഒന്ന് തല ഒന്ന് തോർത്തട്ടെ. നീ കോട്ട കഴിച്ചിടാ. രാത്രിക്ക് പനി വരും. കഴിച്ചിട്ട് തല ഒന്ന് തോർത്തണം. മുടിയൊക്കെ നല്ല നനഞ്ഞറ. തുപ്പിയുടെ ഉള്ളിൽ കൂടെ വെള്ളം വന്നിട്ടേ. എടാ ഞാൻ ഇരുട്ടാണേനും പോയി കുറച്ച് വിറക് കിട്ടുമോ നോക്കട്ടെ. നിങ്ങൾ വിറക് നോക്കി, ഞാൻ തല തോർത്തട്ടെ. ഇടാ വിറകുണ്ട്, പക്ഷെ നനഞ്ഞതാ. ഇതാ ഇതിന് മേളിലൊക്കെ ഉണ്ട്. അതെന്താ അവിടെ വീണത്? ഞാൻ ഇവിടെയാണല്ലോ പൊട്ടിച്ച്. അയ്യോ ഞാൻ വിചാരിച്ചിപ്പോൾ തലയിലോട്ട് വീണെന്ന് വെച്ചു. 2-3 കമ്പ് കിട്ടി. നല്ല ഉണങ്ങിയതാണ്, പക്ഷെ വെള്ളം കുടിച്ച് മഴ പെയ്തിട്ട്
വിറകുണ്ട്, പക്ഷെ നനഞ്ഞതാടാ. കുഴപ്പമില്ല അല്ലേ? മുള്ളുണ്ട്. ഓ എടാ, അടിപൊളി സൺസെറ്റ്. അടിപൊളി അല്ലേ? എന്താ സെറ്റപ്പ് നോക്ക്, എന്താ കളർ നോക്ക്. ഇവിടെയൊക്കെ മഞ്ഞ കളറായി. എന്തായാലും സൺസെറ്റും കണ്ടുകൊണ്ട് നമുക്ക് ഈ വിറകം പൊട്ടിച്ച് കത്തിക്കാൻ നോക്കാം അല്ലേ? കത്തുമെന്നറിയില്ല. നല്ല ലൈറ്റ് കിട്ടും, നല്ലൊരു മഞ്ഞ പ്രകാശം. ഭയങ്കര സൺസെറ്റായിപ്പോയി. ഇത് കത്തുമെന്നുള്ളതാ. വിറകെടുത്ത് ഒപ്പിച്ച്. വിറക് അവിടെ ഉണ്ട്, പക്ഷെ ഇത് നനഞ്ഞല്ലേ? നനഞ്ഞിട്ടില്ലല്ലേ? ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സൺസെറ്റ് കണ്ടിട്ട്. സൺസെറ്റ് സെറ്റ് അല്ലേ? എന്താ ഗോൾഡൻ കളറ്. അത് ഒരു കുറച്ച് നേരത്തേക്ക് വന്നേ, ഒരു 10 സെക്കൻഡാ. 10 സെക്കൻഡ് അങ്ങനെ ഉള്ളു ആ ഗോൾഡൻ കളർ. അത് കഴിഞ്ഞപ്പോൾ മാറിയില്ലേ? കഴിഞ്ഞപ്പോൾ സാധാരണ പോലെ സ്വർണ്ണ കാണുന്ന രീതിയിലായി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമുക്ക് കുറച്ച് ഈ മഴ വരുന്നത് ഈ പാറയിൽ നിന്ന് എവിടെയെങ്കിലും കുറച്ച് വെള്ളം എടുക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ കുറച്ച് വെള്ളമുള്ളൂ, നമുക്ക് ആ വെള്ളം കൊണ്ട് തികയോടാ? തികയോന്ന് അറിയില്ല. ഇപ്പൊ ദാഹമൊന്നുമില്ല, പക്ഷെ നമുക്കത് മതിയോ എന്ന് ഞാൻ ചോദിക്കുന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ എന്താ പറ്റാന്ന് അറിയില്ല. നോക്കാം, കത്തി പിടിച്ച പിന്നെ കത്തിക്കളൂടാ. ആ ലൈറ്റ് ചാർജ് കുറവാ. ഞാൻ പറഞ്ഞു സോളാർ എങ്ങനെ ചാർജ് ചെയ്ത്? സോളാർ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഒരു ചെറിയ ചാർജേ ഉള്ളൂ. തീ കത്തൂലടാ. കത്തിക്കോളൂല്ലേ? ചൂടായി അതാ കെട്ടു. കത്തിക്കോളൂല്ലടാ. ആ ഞാനൊന്ന് ലൈറ്റ് സെറ്റാക്കട്ടെ. സെറ്റാക്കി. നല്ല മഴയാ. നല്ല തണുപ്പുണ്ടോ? അതൊക്കെ കത്തുന്നുണ്ടോ? രക്ഷപ്പെട്ടു. കാറ്റടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി വിറകുണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു അല്ലേ? ഓ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അല്ല ഇവിടെ ഇങ്ങനെ കിടക്കും. അതൊക്കെ കിടക്കാടാ. ഇരിക്കല്ലേ കഥയും പറഞ്ഞ്. മോനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ഓഫ് ആക്കാം. ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അല്ല ഇതില്ലേ മറ്റേ ടോർച്ച് ലൈറ്റ് ഇല്ലേ ക്യാപ്പിന്റെ, അത് കംപ്ലീറ്റ് ചാർജ് ചെയ്യുന്നു. ഇത് സെല്ലിടുന്നതുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല അതന്നെ, ഏതെങ്കിലും ഒരെണ്ണം ലൈറ്റ് ഓഫ് ആക്കി വെച്ചിട്ട് എമർജൻസിക്ക് നമുക്ക് വെക്കണം ഒരു ലൈറ്റ്. ഇനി വല്ല പന്നിയോ പട്ടിയോ വന്നാൽ ഞാൻ ജസ്റ്റ് വെക്കുക ചെയ്യുന്നു, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. എൻ്റെ മോനെ, ഈ തീ കത്തിയത് എന്തൊരു ഭാഗ്യം കേട്ടോ. ഈ മഴയത്ത് നല്ല തണുപ്പുണ്ടല്ലേ? തണുത്ത കാറ്റ്. കുറച്ചുകൂടി വിറക് കിട്ടിയാൽ നല്ലായിരുന്നില്ലടാ. രാവിലെ വരെ കിട്ടും, ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടും. അല്ല ഇപ്പൊ രാത്രി ആകുമ്പോൾ ഇനിയും തണുക്കൂലേ? അതിന് ട്രൈ ചെയ്താൽ വിറക് കിട്ടും. വിറകിന് മേളിൽ വെച്ച് ചൂടായി ഇരിക്കും. നീ കൂടി വരണം. നീ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വിറകെടുക്കാം. ഒറ്റയ്ക്ക് വെച്ചൂല. എങ്ങനെ എടുക്കും അത്? അതെങ്ങനെ ആ മരത്തിന് വെള്ളിൽ തന്നെ കയറി ഒരു കുലുക്കിയാൽ മതി. വിചാരിച്ചിൻ്റെ തലയിൽ നേരത്തെ വീണു. അല്ലടാ, നേരം വെളുക്കുന്നവരെങ്ങനെ ഇരിക്കാനോ? നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എന്താ പിന്നെ ചെയ്യുക? ചിന്തിക്കുന്നു. ഞാൻ നിന്റെ കോട്ട് വിരിച്ച് കിടക്കട്ടെ? ഞാനത് വെച്ചിരുന്നതാ. നീ പ്ലാൻ ചെയ്തിരിക്കല്ലേ? പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ എവിടെയും മാക്സിമം ഇരിക്കും, എനർജി ഉള്ളവരെ ഇരിക്കും. എനർജി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാക്കോട്ടാണ് പിരിച്ച ഒറ്റ കത്ത്. വേറെ ഓപ്ഷൻ ഇല്ല. ഒരു പണിയാ, അതൊന്ന് നീളത്തി പിടിച്ചിട്ട് വേണ്ട, ഇവിടെ ചാരി ഇരിക്കുക. അതെന്തായാലും അതിനകത്ത് കിടക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യാ? അല്ല മണ്ണിലാണ്, മണ്ണിൽ അല്ലേ കിടക്കും. സമയം കുറെ ലേറ്റ് ആയില്ലേ? പഴം കഴിച്ചാലോ? കൊണ്ട പഴം ബാഗിലില്ലേ? എവിടെ എടുത്തിട്ടുണ്ടായിരുന്ന പഴം? നമ്മൾ ആ മാറ്റൊക്കെ വെച്ച് കൊടുത്തിരുന്നില്ലേ? അവിടുന്ന് നീ പഴം തിന്നണുണ്ടല്ലോ. ആ പഴം കിട്ടി. നിങ്ങൾ ഒരെണ്ണം കൊണ്ട. ഒരു മുട്ടയുണ്ട്. അതെങ്ങനെ പൊട്ടാതെ നിനക്ക് കിട്ടി? ഇതിനകത്ത് ബോക്സിൽ വെച്ചതാ. എന്നൊരു പഴം കൊണ്ട. മുട്ട എനിക്ക് വേണ്ട, ഒന്നും വേണ്ട.
ഈ മുട്ട വേറെയാ, മറ്റേത് ഒന്നിച്ച് വാങ്ങിയതാ. ഇത് ഇതിനകത്ത് ഉണ്ടായിരുന്നതാ മുട്ട. ആ പഴം ചീഞ്ഞിക്കണോ നോക്ക്, 2 ദിവസമായില്ലേ. നോക്കിയേ. ഓ നല്ല പഴുത്ര. അതാ പറഞ്ഞ പാകായിട്ട്. ഇതൊക്കെ പുളുന്നായി. കഴിക്കാനായില്ലേ? കവർ കെട്ടി വെച്ചിട്ടോടാ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് ഈ ബനാനയാണ്. ഒന്നും പറയാതൊന്നും വയ്യ, ഞാൻ കഴിക്കാൻ പോവാം. 4 പഴമുണ്ട്. എനിക്കൊരു മതി. ഒന്നുകൂടി. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായല്ലോ. എനിക്ക് വിശപ്പല്ല, എനിക്ക് ദാഹമായിരുന്നു. ചുട്ടാലോ? ചുട്ടോക്ക്. എനിക്ക് ദാഹമായിരുന്നു. ആ ഒരു 4 മണി സമയമല്ലേ, ആ സമയത്തേക്ക് ഞാൻ തളർന്നു. ഭാഗ്യത്തിന് പടച്ചോൻ കൊണ്ട് തന്ന മഴയാ. മഴ മാത്രല്ല, പടച്ചോൻ മഴ കൊണ്ട് തന്നെ, അതൊക്കെ മഴ വന്നതുകൊണ്ടാണ് സോളാർ ചാർജ് ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പോൾ രണ്ടും ഉണ്ട്. എന്തായാലും നല്ലത്, എല്ലാം നല്ലതിന്. ലൈറ്റ് എൻ്റെ മറ്റേ വലിയ ലൈറ്റിൽ ചാർജ് തീരാനായി. എൻ്റെ ഈ ലൈറ്റ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഏതായാലും ഒന്ന് കെടുത്തി വെക്കണം നമുക്ക് കേട്ടോ. ആ ലൈറ്റ് കെടുത്തി വെക്കാം അല്ലേ? ഇവിടെ ഇരിക്കാനാളങ്ങനെ. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, സീനറി നോക്കി ഇങ്ങനെ ഇരിക്കാം. പിന്നെ കഥ പറയാം. ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാന്നുണ്ടായി ഈ മഴക്കോട്ടില്ലേ, അത് നിലത്തിട്ട് ഒറ്റ കടത്തും. തീൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ സൈഡിൽ പുക അടിക്കുന്നു. പുക പഴത്തിൻ്റെ തൊലി അതിനകത്തിട്ട പിന്നെ പുകയില്ലേ, അതിപ്പോ ഇങ്ങോട്ട് ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ കത്തുന്നില്ല. ഭയങ്കര പുക. സാറില്ല, ഈ പഴം കൂടി കഴിക്കട്ടെ. കഴിച്ചോ. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടോ. ഈ മുട്ട എന്താ ചെയ്യാ? മുട്ട തിന്നോ. ഇതിനെ വില വെച്ച് ചുട്ടാലോ? ചുടാൻ പറ്റുമോ? ഇതിനകത്തിട്ട് പൊട്ടാതെ കിട്ടിയാൽ കിട്ടും. വെച്ചോ അതിനകത്ത്. ഞാൻ അവിടെ വെച്ചു. വീണുമല്ല അതിൻ്റെ അകത്ത്. ഇല്ല, വേവണ്ടേ. വെള്ളം നനഞ്ഞതായുണ്ട്, കുറേശ്ശെ കത്തുള്ളൂ. ഓ, എന്താ പറഞ്ഞ? നീ ഉറങ്ങി വാങ്ങിയോ? ഞാൻ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ മയങ്ങും ഇടക്കണി. വെള്ളം നനഞ്ഞായുണ്ടേ വിറക് കുറേശ്ശെ കത്തുള്ളൂ എന്നറിയാം. എനിക്കാണ് നല്ല തണുപ്പടിക്കുന്നുണ്ട് മഴ കൊണ്ടിട്ട്. തീ ഉള്ളതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. കാലൊക്കെ വേദന എടുക്കണ. കാല് നീട്ടി വെക്കണമെന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഓയ് പോവാ. നിന്റെ കുപ്പിൽ വെള്ളം ഉണ്ടോ? ചാർജ് കുറവാണ്, അതാ പ്രശ്നം. പവർ ബാങ്ക് പിന്നെ അവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടോ നോക്കടാ. ബാഗിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും, അതിനകത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒപ്പിച്ച് വെച്ചാൽ രാവിലത്തേക്ക് വിശാലമായിട്ട് രാവിലെ ഒരിറക്കെങ്കിൽ ഒരിറക്ക് നല്ലോണം കുടിക്കാന്ന് വെച്ചിട്ട്. സൂര്യനുദിച്ചു തുടങ്ങിയല്ലോ.
കാലൊന്നും മടക്കാൻ തന്നെ വയ്യ, നിർത്താൻ വയ്യ. എൻ്റെ കാല് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ എണീച്ചപ്പോൾ ഇങ്ങനെ ആടിപ്പോവാ. ഓ ഇതൊക്കെ ആകെ നനഞ്ഞല്ലോടാ ബാഗൊക്കെ നോക്ക്. മൊത്തം നീട്ടുള്ളൂ. കുറച്ച് വെള്ളം ഉണ്ട്, ഇത് എടുക്കാലേ. കാല് ഭയങ്കര വേനടാ. താഴോട്ടേക്ക് ഇറങ്ങിയാലാണ് നമ്മുടെ സ്ഥലത്ത്. എന്താ കാലിനെന്ത് പറ്റി? കാലിന് നല്ല വേനടാ. നല്ല വേനുണ്ട്. കേട്ടാ ഈ വടി താങ്ങിട്ട് നടന്നു. നമുക്കിപ്പോൾ പ്രശ്നമില്ല. ഇനിയിപ്പോൾ എങ്ങനെ താഴ്ത്തിറങ്ങുന്നതിനാലോചിക്കണം. നിങ്ങൾ ഈ വടി എടുത്തോ. ഇതിലിറങ്ങാൻ പറ്റൂടാ? ഞാനേ ആ ഭാഗത്ത് പോയി നോക്കട്ടെ. അവിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. ആ ഭാഗം കണ്ട അവിടെ ഒരു മരം കണ്ട അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് നീ നോക്കിയിട്ട് വിളിക്കും, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് പറയാം. ഇവിടെ ഇരുന്നോ. അല്ലെങ്കിൽ എനിക്ക് പറ്റൂല, നടക്കാൻ വയ്യടാ, ഭയങ്കര വേദന. ആ വടി പിടിച്ചോ കേട്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചു. ഞാൻ ഇവിടെ നോക്കട്ടെ. വണ്ടി പോണ ശബ്ദമൊക്കെ കേൾക്കണ്ടല്ലോ താഴത്ത്. അതന്നെ ഈ ഭാഗത്തുണ്ട്, താഴെയുണ്ട്. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മളെ 48 മണിക്കൂറിൽ ഇനി നമുക്ക് ആകെ 1.25 മണിക്കൂർ എങ്ങാണ്ടേ ബാക്കിയുള്ളൂ. പിന്നെ നമ്മളെന്തായാലും കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആയിട്ടില്ല. ഇനി 48 മണിക്കൂറിൽ കൂടുതലാവും. എന്താ വെച്ചാൽ നമുക്ക് താഴോട്ടിറങ്ങി എത്താൻ. നമുക്ക് താഴെ ഇതിൽ കൂടെ ഒരു വഴി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ അതിൽ വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു ലൈറ്റ് ഇന്നലെ കണ്ടിരുന്നു, കുറച്ച് ലോങ്ങിൽ നിന്ന്. അപ്പോൾ അവിടെയൊക്കെ ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇനി താഴോട്ടിറങ്ങിയിട്ട് അതൊക്കെ നടന്ന് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ 2-3 ദിവസത്തെ വിശേഷം. നമ്മളിതൊരു 2-3 എപ്പിസോഡൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ അത് കാണാനും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഓൾറെഡി കുറേ ലെങ്ത് ഉണ്ടാവും. എന്താ വെച്ചാൽ 3 ദിവസത്തെ ഷൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഓരോരോ എപ്പിസോഡായിട്ടാണ് ഇടുക. എപ്പിസോഡ് മീൻസ് ഓരോരോ ഇതായിട്ടാണ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യട്ടോ. ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോട്ടെ. അവിടെ ഉണ്ടോ ഇറങ്ങിപ്പോ? അങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ. അതെ, അത് കുറച്ചൊരു ഒന്ന് ശ്രദ്ധിക്കണം, എന്നാലും കുഴപ്പമില്ല. എനിക്ക് കാല് ഭയങ്കര വേനടാ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വിടാൻ പോവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ. നമ്മളെ പ്രേക്ഷകർക്കൊരു സാധനം കൊടുക്ക്. ഇവിടുന്ന് എടുത്തോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. ഞങ്ങളെ 48 hours കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 48 hours കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ 48 hours കൂടുതലാവും ഇപ്പോൾ താഴെ എത്തുമ്പോൾ. 48 hours കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 2-3 മണിക്കൂർ കൂടും. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മാഹിക്കാരനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അല്ലേ. ഓക്കെ, എല്ലാം ചെയ്ത് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഇപ്പൊ ക്യാമറന്റെ മുമ്പിൽ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് അഭിനയിക്കുന്നൊന്നും നോക്കണ്ട. നല്ല ടയർഡാണ്, കാലും മേലും. എന്റെ കാലാണെങ്കിൽ നല്ല സുഖമുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് നല്ലോണം തേച്ചരിച്ച് കുളിച്ച് കിടന്നാലേ ശരിയാവുള്ളൂ. എനിക്ക് ആദ്യം ഒന്ന് പോയി ബാത്റൂം പോകണം. താഴെ പോകാം, എനിക്കും ടോയ്ലറ്റിൽ പോകണം. വെള്ളമില്ലല്ലോ. താഴെ പോവാ. വേറെ താഴെ അവിടെ ഒരു വീട് ലൈറ്റ് കണ്ടിട്ടില്ലേ? ആ ഭാഗത്തേക്കാണ്, ആ ഡയറക്ഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്. താഴെ എനിക്ക് തോന്നണേ വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കും. വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി പോകുന്ന സൗണ്ട് കേട്ടു. പിന്നെ ഒരു പട്ടി ഇങ്ങനെ കുരക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് തന്നെ പോവാം അല്ലേ. നമുക്ക് വിടാം. ഓക്കെ, ബൈ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വിടുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. സെറ്റ് കാണണം കേട്ടോ. എൻ്റെ പൊന്നെ, കാല് ഭയങ്കര വേനടാ, രക്ഷയില്ല. തിലകം നടക്കേണ്ട മാതിരി നടക്കേണ്ടി വരും അല്ലേ.